എല്ലാവർക്കും LSSൻ്റെ GK ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സാമിന് ചോദിക്കാവുന്ന 30 ചോദ്യങ്ങളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താണ്? ലോക അഹിംസാ ദിനം എന്നാണ് ഒക്ടോബർ 2. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേളപ്പൻ. മൂന്നാമത്തെ ചോദ്യം, ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്ന്? ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 9. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആറാമത്തെ ചോദ്യം, ഉപ്പു സത്യാഗ്രഹം നടന്നതെന്ന് എന്നായിരുന്നു? 1930 മാർച്ച് 12 ഉപ്പു സത്യാഗ്രഹം നടന്നത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആരാണ്? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് നമ്മുടെ ഗാന്ധിജിയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. എവിടെ വെച്ചായിരുന്നു അത് നടന്നത്? പഞ്ചാബിൽ വെച്ചായിരുന്നു അല്ലേ? വരിക വരിക സഹചരെ എന്ന സ്വാതന്ത്ര്യ സമരഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ള അല്ലേ? ഏത് സ്വാതന്ത്ര്യ സമരത്തിലെ ഗാനമായിരുന്നു അത്? ഉപ്പു സത്യാഗ്രഹത്തിലെ. ഉപ്പു സത്യാഗ്രഹത്തിൽ അവർ നയിക്കുമ്പോൾ ആലപിച്ച ഗാനമായിരുന്നു എന്ത്? വരിക വരിക സഹചരെ. അത് എഴുതിയത് ആരാണ്? അംശി നാരായണ പിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1942 പ്രാധാന്യം എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരല്ലേ? 1942 എന്ത്? ക്വിറ്റ് ഇന്ത്യ സമരം, ഓഗസ്റ്റ് 9. അടുത്ത ചോദ്യം എന്താണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമര പരീക്ഷണം ഏത്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമര പരീക്ഷണം ഏതായിരുന്നു? ചമ്പാരൻ സമരം അല്ലേ? അത് ഏത് സംസ്ഥാനത്ത് വെച്ചായിരുന്നു? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് വെച്ചായിരുന്നു ചമ്പാരൻ സമരം നടത്തിയത്? ബീഹാറിൽ വെച്ചായിരുന്നു അല്ലേ? കർഷകർക്ക് വേണ്ടി നടത്തിയ സമരമായിരുന്നു എന്ത്? ചമ്പാരൻ സമരം. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന്? ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. ലോകമാന്യ തിലക് എന്നറിയപ്പെടുന്നത് ലോകമാന്യ തിലക് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം എന്താണ്? ഉപ്പു സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് എന്ന്? 1930 മാർച്ച് 12 എന്ത്? ഉപ്പു സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. അടുത്ത ചോദ്യം എന്താണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകിലെ. അദ്ദേഹം ലോകമാന്യ തിലക് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. മലബാർ കലാപം നടന്ന വർഷം? മലബാർ കലാപം നടന്ന വർഷം എന്നായിരുന്നു? 1921 മലബാർ കലാപം നടന്നത്. 17ാമത്തെ ചോദ്യം, ഉപ്പ് നികുതി നിയമലംഘനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സമരത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേളപ്പൻ. അടുത്ത ചോദ്യം എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എന്നായിരുന്നു? 1917 ബീഹാറിൽ വെച്ച് ഗാന്ധിജി നടത്തിയ സ്വാതന്ത്ര്യ സമര സത്യാഗ്രഹമായിരുന്നു എന്ത്? ചമ്പാരൻ സത്യാഗ്രഹം. അവിടുത്തെ ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമായിരുന്നു എന്ത്? ചമ്പാരൻ സത്യാഗ്രഹം. അത് നടന്നത് എന്നാണ്? 1917. 19ാമത്തെ ചോദ്യം എന്താണ്? നിസ്സഹകരണ സമരം നടന്ന വർഷം എന്നായിരുന്നു? 1920. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഇത് ആരുടെ വാക്കുകളാണ്? ആരായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത്? ഗാന്ധിജിയിലെ. ഏത് സമരത്തിലൂടെയായിരുന്നു ഗാന്ധിജി ഇത് പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ ആയിരുന്നു അല്ലേ? പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതായിരുന്നു? മുള.
അല്ലേ? മുളയാണ് പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം. ഏറ്റവും വലിയ ഔഷധി എന്താണ്? വാഴ. ലോകത്തിലെ ഏറ്റവും വലിയ പഴം ഏതാണ്? ചക്കപ്പഴം. ഇലയ്ക്ക് പച്ച നിറം നൽകുന്ന വസ്തു. ഇലകൾക്ക് പച്ച നിറമാണല്ലേ ഉള്ളത്, ആ നിറം നൽകുന്ന വസ്തു ഏതാണ്? അതിന് പറയുന്ന പേരാണ് ഹരിതകം. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് എവിടെയാണ് സസ്യങ്ങളുടെ അടുക്കള? ഇല അല്ലേ? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം എന്തായിരുന്നു? ചക്ക. ഏറ്റവും വലിയ പൂവ് ഏതാണ്? റഫ്ലേഷ്യയാണ് ഏറ്റവും വലിയ പൂവ്. തണ്ടിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന സസ്യത്തിന് ഉദാഹരണം. തണ്ടിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ആരാണ്? കരിമ്പാണ് തണ്ടിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത്. വിത്തിൽ നിന്നും ആദ്യം മുളച്ചു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ബീജമൂലം. അപ്പോൾ 30 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ LSSനായിട്ടുള്ള മലയാളം EVS ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും പോയി എടുത്ത് കാണുക. ഓക്കെ.